പുഷ്പതളകൾ ഗോപികൾ ചാർത്തുന്ന തൃപ്പാദം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വീഡിയോ ആണ് കാണാനിടയായത്. ഒരു പഹയത്തി നമുക്ക് അയച്ചു തരികയായിരുന്നു. നിരവധി ആളുകൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന പഹയന്മാരോട്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പലരും നോക്കുന്നില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ വ്യക്തമായി വെച്ചിരിക്കുന്നത് എന്താണ്? ഫാമിലി ബ്ലോഗ്, റിയാക്ഷൻ, FRCS, MPhil, PhD നിരവധി ഡിഗ്രികൾ ഈ ഒരു വിഷയത്തിൽ ഐച്ഛിക പഠനം എടുത്തിട്ടുള്ള ആളായതുകൊണ്ട് ഇത്തരം റീൽസുകൾ കൂടുതലായി ചെയ്യുന്നു. പലരും ഇത് അയച്ചു തരുന്നു. ഏറെ സന്തോഷം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷമുണ്ടാവുന്നത്. ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇത് വളരെ വിശദമായി പരിശോധിക്കാൻ ലോകാവസാനത്തിന്റെ എല്ലാ അടയാളങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്? വീഡിയോയിലേക്ക് പോകുന്നതിന് ബാധ്യത വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതേ സുജാത എന്ന് പറയുന്ന ഒരു വ്ളോഗർ, ഒരു ഫാമിലി വ്ളോഗർ, ഒരു വീട്ടമ്മ, സുന്ദരിയായ ഒരു വീട്ടമ്മ ഒരു വ്ളോഗ് തുടങ്ങിയാണ്. വളരെ ഭക്തി നിർഭരമായ വ്ളോഗിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കൃഷ്ണ എന്നും തൊഴുന്നേ നിൻ ശ്രീപാദം. ഗോമേതകരത്ന തളിപുഷ്പതളകൾ ഗോപികൾ ചാർത്തുന്ന തൃപ്പാദം. സന്താന ഗോപാല കൃഷ്ണ. ഏറെ ഞെട്ടലുളവാക്കുന്ന, കൂടുതൽ കാണിക്കാൻ പറ്റാത്ത സീനുകളാണ്. അതുകൊണ്ട് കൂടുതലായി കാണിക്കുന്നില്ല. ഈ ഒരു വ്ളോഗർക്ക് എന്താണ് സംഭവിച്ചത്? ഈ ഒരു പെൺകുട്ടിക്ക്, അതായത് ഇത് ഏത് മോഡലാണ്? 1970 65 മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മോഡലിന് എന്താണ് ഇതുപോലൊരു തോന്നലുണ്ടാവാൻ കാരണം? ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. ഒരുപക്ഷെ ഈ വ്ളോഗുകൾ കാണുന്ന റീൽസ് താരത്തിന്റെ പേരക്കുട്ടികളുടെയൊക്കെ അവസ്ഥ ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദ്വന്ദ്വ വ്യക്തിത്വം, മന്യൻ സിനിമയിലെ പോലെ ഒരു ദ്വന്ദ്വ വ്യക്തിത്വം. അതായത് പകൽ വളരെ ഭക്തിയായി ഭക്തി നിർഭരമായ വീഡിയോകളും റീൽസുകളും ഒക്കെ ചെയ്യുന്നു. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ നാഗവല്ലിയെ പോലെ മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. അതായത് തന്റെ പേരക്കുട്ടികളുടെ ആണെന്ന് തോന്നുന്നു, അത്തരത്തിലുള്ള കുഞ്ഞുടുപ്പുകൾ എടുത്തണിഞ്ഞതിന് ശേഷം റീൽസ് എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഈ റീൽസ് താരത്തിന് പറ്റിയത്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതിനിടയിൽ റീൽസ് താരത്തെ കിളവി എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു പഹയൻ, ഓനും ഒരു റീൽസ് താരമാണ്, ഒരു ചെറുപ്പക്കാരനായ ഒരു പഹയൻ, ഓനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് താരം പ്രതികരിച്ചത്. ആദ്യം നിന്റെ കഴി ഒന്ന് നേരെ നിർത്താൻ നോക്ക്. നിന്റെ തലയിലോട്ട് നീ നോക്ക്, വല്ല പൂളയുണ്ടാകും. തെറിച്ചു വീണ പാളത്തിൽ നിന്നുണ്ടായവനെ എന്റെ കൈ കെട്ടിയ നിന്റെ 2 മീശ പിടിച്ചതിന്റെ സമാനത്തെ വലിച്ചു കിട്ടും. ഞാൻ പണ്ട് കിളവൻ 14 ചെറ്റേ കിളവരുടെ ഒരു വീഡിയോ ഇട്ട് നീ അങ്ങ് കേട്ടോ. കിളവി നിന്റെ അമ്മയുടെ 10 തന്നെ കൊണ്ട ഒരു കാട്ട് പറഞ്ഞ നീ വീണ്ടും തന്നോ? കണ്ട പണിയൊക്കെ ഉണ്ടാക്കിയ മസില നിന്റെ ഈ കുഞ്ഞ സാധനം ഇതുപോലെ അങ്ങോട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കണ്ടിക്കും. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മുളക് തേച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് തേച്ചിട്ട് കുറച്ച് ഉപ്പും ഇങ്ങോട്ട് പെരട്ടി കുറച്ച് മല്ലിപ്പൊടിയും തേച്ച് ഇതെല്ലാം കൂടെ തേച്ച് ഇതങ്ങോട്ട് ഒന്നിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടയ്ക്കും. എന്നിട്ട് നിന്റെ ഈ കുഞ്ഞ സാമാനം അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചതയ്ക്കും. നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് തരാത്ത ഞാൻ എന്തോ വേണോ? നിന്റെ പെണ്ണുമ്പിള്ളക്ക് നിന്റെ ഈ മീശ അലർജി ആയിരിക്കും. അതായിരിക്കും നിനക്ക് കളിക്കാൻ തരാത്തത്.
അത് ഈ ഒരു പകയൻ കൊച്ചു കുട്ടികളെമാരി തോന്നിക്കുന്ന കുറ്റിയുടുപ്പെടുന്ന ഈ ഒരു റീൽസ് താരത്തെ കിളവി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഓളെ മക്കാറാക്കി. അതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുന്ന, കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ഓനെതിരെ പൊട്ടിത്തെറിക്കുന്ന താരത്തെയാണ് കാണാൻ സാധിച്ചത്. അതായത് താരം പറയുന്നത് താൻ ഒരു യുവ മോഡലാണ്, ഒരു യുവ മോഡലായി റീൽസുകൾ ചെയ്ത് താൻ മുന്നോട്ട് പോകുമ്പോൾ ചില പകയന്മാര് തന്നെ കിളവി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതാണ് താരം ആരോപിക്കുന്നത്. പാലാഴി കടഞ്ഞെടുത്തൊരഴകാണ് ഞാൻ, കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണ് ഞാൻ. കടഞ്ഞെടുത്തൊരഴകാണ് ഞാൻ. ആ ഒരു കോൺഫിഡൻസ് 1974 മോഡൽ വണ്ടി വെച്ചുകൊണ്ട് അത് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി ഈ രീതിയിൽ ഒരു മോഡലിംഗിലേക്ക് വന്ന ഈ ഒരു താരത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിരവധി ആളുകൾ തളർത്താൻ ശ്രമിക്കും. അതിലൊന്നും പിന്നോട്ടില്ലാതെ താരം കൂടുതൽ ഞെട്ടിക്കുന്ന റീൽസുകൾ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്. ഹലോ കൂട്ടുകാരെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ. ഓക്കെ, താങ്ക് യു. അതെ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യനാളുകൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലോകാവസാനത്തിന്റെ ധ്വനികൾ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. അതിനുവേണ്ടി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പകയമാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോപാലകൃഷ്ണ കൃഷ്ണ എന്നും തൊഴുന്നേ നിൻ ശ്രീപാദം. ഗോമേതകരത്ന തളിപുഷ്പതളകൾ ഗോപികൾ ചാർത്തും തൃപ്പാദം. സന്താന ഗോപാലകൃഷ്ണ ഹേ മുझो की रवाना. മയിൽ പീലി കതിർ ചോടും തിരുമുടിയും നിൻമണിയോട് കുഴലൂതും തേൻ ചോടിയിൽ. മയിൽ പീലി കതിർ ചോടും തിരുമുടിയും നിൻമണിയോട് കുഴലൂതും തേൻ ചോടിയിൽ. ഈ തിരുപ്പൂക്കളെ തന്ന തൃക്കൈയും ഞാൻ കണി കണ്ടുണരുന്ന തിരുമേയും. ഉണ്ണിക്കിടാങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കണേ ഭഗവാനെ. സന്താന